ഹലോ ഡിയേഴ്സ്, ഇന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ ക്രൗൺ ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ബോൺലെസ് ചിക്കനിൽ മാഗി ക്യൂബ്, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ എന്നിവ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ക്യാപ്സിക്കം, സവാള, തക്കാളി, വെളുത്തുള്ളി, മല്ലിയില, പുതിന എന്നിവ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രൈ ആയ ചിക്കൻ കോരി മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണയിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജീസ് ഒക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മയോണൈസും ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് വറുത്ത അരിപ്പൊടിയിൽ ഉപ്പും ചൂടുവെള്ളവും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് വെച്ച പൊടിയിൽ നിന്നും ഒരു ബോൾ എടുത്തിട്ട് വാഴയിലയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഈ ഫില്ലിങ്ങും കൂടെ വെച്ചിട്ട് ഒന്ന് ക്രൗണിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. എണ്ണയിലിട്ടൊന്നും വറുത്തെടുക്കാത്തത് കൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ അത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് തന്നെ ഒരു സോസ് ഇവിടെ പ്രിപ്പയർ ചെയ്തെടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയിൽ കുറച്ച് ടൊമാറ്റോ സോസും ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ക്രൗൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരുന്ന സോസും കൂടി ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.